ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ റിലേഷൻ നടന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലാകെ വരുന്ന ഇത്ര കോൺസെപ്റ്റുകളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷനാണിത്. അതിനകത്ത് വരുന്നത് ഒന്ന് എം ടി റിലേഷൻ, പിന്നെ ഒന്ന് യൂണിവേഴ്സൽ റിലേഷൻ, ഐഡൻറ്റിറ്റി റിലേഷൻ, റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഈക്വലൻസ് റിലേഷൻ ആൻഡ് ഈക്വലൻസ് ക്ലാസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക് നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എം ടി റിലേഷൻ എന്താ നോക്കാം. ഇതിൽ പേരിൽ തന്നെ പറയുന്നത് എം ടി എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല, ഈ റിലേഷൻസ് ഉണ്ടാവില്ല. അതായത് സപ്പോസ് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പം ആര് തമ്മിലും ആ റിലേഷൻ അങ്ങനെ ഉണ്ടാവില്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്. ഒരു സെറ്റ് ഇവിടെ ഒരു സെറ്റ് എടുത്തു. ഇനി നമുക്കൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ രണ്ട് നമ്പേഴ്സ് പറയണം. നിങ്ങൾ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് നമ്പേഴ്സ് പറയണം. ആ നമ്പറിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കണം? അത് ആഡ് ചെയ്യുമ്പോൾ സപ്പോസ് നമുക്ക് 100 കിട്ടണം. ഇതിനകത്ത് രണ്ട് നമ്പർ നിങ്ങൾ പറയണം. അത് ആഡ് ചെയ്യുമ്പോൾ 100 ഇടണം. അങ്ങനത്തെ രണ്ട് നമ്പർ നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റൂല. അതായത് ഈ റിലേഷൻ ഇവരാര് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റിലേഷൻ ഇല്ല. ഇങ്ങനത്തെ റിലേഷൻ വിളിക്കുന്ന പേരാണ് എം ടി റിലേഷൻ. ക്ലിയർ അല്ലേ? നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ റിലേഷൻ ആര് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എം ടി റിലേഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത വരുന്നത് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ? ഇതേപോലെ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷൻ എല്ലാവരും തമ്മിലും കാണും. എല്ലാവരും തമ്മിൽ, അതായത് നോക്കിക്കോ, ഇവിടെ ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് നമ്പേഴ്സ് പറയണം സച്ച് ദാറ്റ് അവർ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ലെസ് ദാൻ ഒരു 10 ആയിരിക്കണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 10-നേക്കാളും ലെസ് ആയിരിക്കണം. അപ്പം നിങ്ങൾ നോക്കിക്കോ, ആരെ തമ്മിലെടുത്താൽ ഈ റിലേഷൻ ഉണ്ട്. ഓക്കെ, അതായത് 1 2 3 1 2 3 ഈ 1-നോട് ഈ പറഞ്ഞ റിലേഷൻ ഉണ്ട്. കാരണം 1 + 1 എത്രയാണ്? 2 ആണ്. ലെസ് ദാൻ 10 അല്ലേ? 1-ന് 2-നോടുണ്ട്, 1-ന് 3-യോടുണ്ട്. 2-ന് 1-നോടുണ്ട്, 2-ന് 2-നോടുണ്ട്, 2-ന് 3-യോടുണ്ട്. 3-ക്ക് 1-നോടുണ്ട്, 3-ക്ക് 2-നോടുണ്ട്, 3-ക്ക് 3-യോടുണ്ട്. ഇവരെല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉണ്ട്. അങ്ങനത്തെ റിലേഷൻ ഇല്ലാത്ത ഒരു പേരിന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ റിലേഷൻ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. അതായത് എല്ലാവരും തമ്മിൽ ഈ റിലേഷൻ ഉണ്ടാവും. അപ്പം എം ടി ആയി, യൂണിവേഴ്സലായി. നെക്സ്റ്റ് കമ്മിങ് ഐഡൻറ്റിറ്റി റിലേഷൻ. ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളോട് പറയാം. നമ്മൾ ഇവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ആ റിലേഷൻ ഒരെലമെൻറ്റിന് അതിനോട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് 1-ന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ഒരാളോടും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്, എ ഈസ് റിലേറ്റഡ് ടു ഓൺലി ടു ഇറ്റ് സെൽഫ്. എക്ക് എയോട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതായത് ഇത് എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് a - b = 0 കിട്ടണം. നിങ്ങൾ പറയാ, രണ്ട് എലമെൻറ്റ്സ് പറയാ, a - b = 0 കിട്ടണം. വണ്ണിനോട് മാത്രമേ ഈ റിലേഷൻ ഉള്ളൂ അല്ലേ? കാരണം 1 - 1 ആണ് 0. ഇതേപോലെ 2-നോട് മാത്രമേ ഈ റിലേഷൻ ഉള്ളൂ. 3-ക്ക് 3-യോട് മാത്രമേ ഈ റിലേഷൻ ഉള്ളൂ. 1-ന് വേറെ ആരോടും ഇല്ല. അപ്പം നേരത്തെ റിലേഷനും ഈ റിലേഷനും തമ്മിൽ ഉള്ള ഡിഫറൻസ് എന്താണ്? നേരത്തെ റിലേഷൻ എന്തായിരുന്നു? 1-ന് ഉണ്ടായിരുന്നു, 1-ന് 2-നോടും ഉണ്ടായിരുന്നു, 1-ന് 3-യോടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ റിലേഷനോ 1-ന് മാത്രം, 2-ന് 2-നോട് മാത്രം, 3-ക്ക് 3-യോട് മാത്രം. അപ്പോൾ ഇതെന്താണ്? ഐഡൻറ്റിറ്റി റിലേഷനാണ്. പക്ഷെ ഇതെന്തല്ല? ഐഡൻറ്റിറ്റി റിലേഷൻ അല്ല. കാരണം എന്തുണ്ട്?
1-ന് 1-നോടുണ്ട്, 1-ന് 2-നോടുണ്ട്, 1-ന് 3-നോടുണ്ട്. ക്ലിയർ ആവുന്നില്ലേ? അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി ആണ്, ഇത് ഐഡൻറ്റിറ്റി അല്ല. അപ്പോൾ എംപ്റ്റി റിലേഷൻ എന്താണ്? ആർക്കും ആരോടും ഇല്ലാത്ത റിലേഷൻ. യൂണിവേഴ്സൽ എന്താണ്? എല്ലാവർക്കും എല്ലാവരോടുള്ള റിലേഷൻ. ഐഡൻറ്റിറ്റി എന്താണ്? ഒരാൾക്ക് അയാളോട് മാത്രമേ ആ പറഞ്ഞ റിലേഷൻ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ്. കഴിഞ്ഞ 3 റിലേഷൻസ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്, പക്ഷേ എക്സാമിന് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന റിലേഷൻസാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് റിഫ്ലെക്സീവ് റിലേഷൻ. എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ? ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. ആ റിലേഷൻ ഒരാൾക്ക് അയാളോട് തന്നെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും നേരത്തെ ഇത് തന്നെയല്ലേ പറഞ്ഞതെന്ന്. അല്ല, നേരത്തെ പറഞ്ഞത് ഒരു റിലേഷൻ അയാൾക്ക് അയാളോട് മാത്രം, ഈ മാത്രം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നുണ്ട്. ദർ ഇസ് എ വേർഡ്, മാത്രം, ഓൺലി, അല്ലേ? അതായത് എക്സാമ്പിൾ കാണിച്ചു തരാം. ദേ, ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. നോക്കിക്കോ, 1-ന് 1-നോട്, 1-ന് 2-നോട്, 2-ന് 1-നോട്, 2-ക്ക് 2-ഓട്, 3-ക്ക് 3-ഓട്. ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർ തമ്മിലൊക്കെ റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഐഡൻറ്റിറ്റി റിലേഷൻ ആണോ? ഐഡൻറ്റിറ്റി റിലേഷൻ ആണോ? നമ്മൾ നേരത്തെ ഐഡൻറ്റിറ്റി പഠിച്ചു. എന്തായിരുന്നു ഐഡൻറ്റിറ്റി? 1-ന് 1-നോട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ 1-ന് 1-നോട് മാത്രമല്ല, 1-ന് 2-നോടും ഉണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി റിലേഷൻ അല്ല. അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? റിഫ്ലെക്സീവ് എന്താണെന്ന് ശ്രദ്ധിച്ചേക്കണം. ഇവിടെയുള്ള എല്ലാവർക്കും അയാളോട് തന്നെ ആ റിലേഷൻ ഉണ്ടായിരിക്കണം. അയാൾക്ക് വേറെ ആളോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. നമ്മൾ ഒരു കാര്യം മാത്രമേ നോക്കാവുള്ളൂ, ഒരാൾക്ക് അയാളോട് തന്നെ ഈ പറഞ്ഞ റിലേഷൻ ഉണ്ടാവണം. നോക്കിയേ, 1-ന് 1-നോടുണ്ടോ? നോക്കിയേ, ഉണ്ട്. 2-ന് 2-നോടുണ്ടോ? ഉണ്ട്. 3-ക്ക് 3-ഓടുണ്ടോ? ഉണ്ട്. റിഫ്ലെക്സീവായി. വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് റിഫ്ലെക്സീവ് ആണോ? നോക്കാം. 1-ന് 1-നോടുണ്ടോ? ഉണ്ട്. 2-ന് 2-നോടുണ്ടോ? ഉണ്ട്. 3-ക്ക് 3-ഓടുണ്ടോ? ഇല്ല. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്താണ്? ഫോർ എവരി. അതായത് ഫോർ എവരി കണ്ടോ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും അയാളോട് തന്നെ ഈ പറഞ്ഞ റിലേഷൻ ഉണ്ടായിരിക്കണം. 1-1 ഉണ്ടായിരിക്കണം, 2-2 ഉണ്ടായിരിക്കണം, 3-3 ഉണ്ടായിരിക്കണം. 1-1 ഉണ്ട്, 2-2 ഉണ്ട്, 3-3 ഉണ്ട്. അതുകൊണ്ട് എന്താണ്? റിഫ്ലെക്സീവ് ആണ്. 1-1 ഉണ്ട്, 2-2 ഉണ്ട്, 3-3 ഇല്ല. അപ്പോൾ ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഫോർമുല പറയുന്നുണ്ട്. ഈ ഫോർമുല ഇറ്റ്സ് നോട്ട് ഫ്രം ദി NCERT പോയിന്റ് ഓഫ് വ്യൂ. അതായത് നോക്കിക്കോ, നമ്പർ ഓഫ് എ റിഫ്ലെക്സീവ് റിലേഷൻ ഓൺ എ സെറ്റ് എ. അതായത് ഒരു സെറ്റ് എയിൽ ഇപ്പോൾ ഇങ്ങനെ 2 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രീതിയിലുള്ള റിഫ്ലെക്സീവ് റിലേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇവിടെ? അപ്പോൾ ആൻസർ എന്താണ്? 2 ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ 2² - 2, അതായത് 2⁴ - 2 എത്ര വരും? സ്ക്വയർ. 4 ടൈപ്പിലുള്ള റിലേഷൻസ് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫോർമുലയാണ്. NCERT അതിനെക്കുറിച്ച് പറയുന്നില്ല. എക്സാമിനും ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല. ജസ്റ്റ് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ഒന്നുകൂടി പറയട്ടെ. അല്ല, ഇതുവരെ പറഞ്ഞ മൊത്തം പറയാം. എംപ്റ്റി റിലേഷൻ എന്തായിരുന്നു? ആർക്കും ആരോടും ഉണ്ടാവില്ല. യൂണിവേഴ്സൽ റിലേഷൻ എല്ലാവർക്കും എല്ലാവരോടും ഉണ്ടായിരിക്കും. ഐഡൻറ്റിറ്റി റിലേഷൻ ഒരാൾക്ക് അയാളോട് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരോടും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ലാസ്റ്റ് വൺ ഇപ്പോൾ പഠിച്ചത് റിഫ്ലെക്സീവ് എന്താണ്? ഒരു സെറ്റിലെ എല്ലാവർക്കും അവനോട് തന്നെ ഈ പറഞ്ഞ റിലേഷൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് റിഫ്ലെക്സീവ് റിലേഷൻ.
ക്ലിയർ അല്ലേ? ഇനി അടുത്ത പഠിക്കാം, സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ എന്താണ്? സിമെട്രിക് റിലേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന എലമെൻറ്റ് റിലേഷനിലുണ്ടെങ്കിൽ ബിക്ക് എയോടും ഈ റിലേഷൻ ഉണ്ടായിരിക്കണം. എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ഞാൻ പറയുന്നൊരു സ്ട്രെസ് ചെയ്യുന്നൊരു വേർഡ് ഉണ്ട്, ഉണ്ടെങ്കിൽ. ഉണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ദെയർ. ഓക്കെ, അതായത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞേ? നോക്കി, എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു. ഞാനൊരു റിലേഷൻ പറയൂ കേട്ടോ. 1 1 2 2 3 3 1 2 2 1. ഇതൊരു റിലേഷൻ ആണല്ലോ അല്ലേ? നോക്കാം, ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണ്, കാരണം 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് എന്താണ്? എ ബി എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടായിരിക്കണം. നോക്കിയേ, 1 2 ഉണ്ട്. 1 2 ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? 2 1 ഉണ്ടായിരിക്കണം എന്നേ പറയുന്നുള്ളൂ. 1 2 എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ കണ്ടാ, ഇവിടെ കണ്ട 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. ഓക്കെ, അപ്പോൾ അവരെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 1 1ൻ്റെ തിരിച്ചിട്ടാലും 1 1 തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ചെക്ക് ചെയ്യാം. 1 2 ഉണ്ടെങ്കിൽ തിരിച്ചുള്ള 2 1 ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഉണ്ട്. ഒരാളുണ്ടെങ്കിൽ മറ്റാളുണ്ടായാൽ മതി, അതാണ് കണ്ടീഷൻ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഞാനത് സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചാൽ, ഞാനൊരു റിലേഷൻ പറയുകയാണ്. എംപ്റ്റി റിലേഷൻ. ഈ റിലേഷനകത്ത് ഒന്നുമില്ല. അപ്പോൾ ഇത് സിമെട്രിക് ആണോ? ഇത് സിമെട്രിക് റിലേഷൻ ആണ്. കാരണം എന്താണ്? നമുക്ക് എ ബി ഉണ്ടെങ്കിൽ എന്തുണ്ടായാൽ മതി? ബി എ ഉണ്ടായാൽ മതി കേട്ടോ. അപ്പം ഇത് വയലേറ്റ് ചെയ്താലേ ഇത് സിമെട്രിക് അല്ലാതാകത്തുള്ളൂ. ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ മാത്രമേ സിമെട്രിക് അല്ലാതാവുന്നുള്ളൂ. അതായത് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി എ ബി ഇല്ല, എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ചെക്ക് ചെയ്യാൻ എ ബി ഇല്ല, അപ്പോൾ ബി എ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇതെന്താണ്? സിമെട്രിക് ആണ്. ഓർത്തോട്ടോ, ഇത് സിമെട്രിക് ആണ്. കാരണം ഈ ഡെഫിനിഷൻ വയലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടി എക്സാമ്പിൾ പറയാം. ഈ റിലേഷൻ സിമെട്രിക് ആണോ? ഇത് റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടല്ല? 2 2 3 3 ഒന്നുമില്ല അല്ലേ? 1 1 മാത്രമേ ഉള്ളൂ. 2 2 3 3 ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് റിഫ്ലെക്സീവ് അല്ല. സിമെട്രിക് ആണോ? 2 3 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 3 2 ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെന്തല്ല? സിമെട്രിക് അല്ല. കാരണം ഇവിടെ 2 3 ഉണ്ട്, ബട്ട് ആരില്ല? 3 2 ഇവിടെ ഇല്ല, 3 2 ഇതിനകത്തില്ല. അതുകൊണ്ട് സിമെട്രിക് അല്ല. അപ്പോൾ റിഫ്ലെക്സീവായി, സിമെട്രിക്കായി. ഓക്കെ അല്ലേ? അപ്പോൾ സിമെട്രിക്കിൻ്റെ ഒരു ചെറിയൊരു ഫോർമുല ഉണ്ട് ഇവിടെ, നമ്പർ ഓഫ് സിമെട്രിക് റിലേഷൻസ്. ഇത് നമുക്ക് NCERT-ലൊന്നും ഇല്ലാത്തതാണ്, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് മാത്രമാണിത്. ഒരു എത്ര സിമെട്രിക് റിലേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം ഈ സെറ്റിനകത്ത് എത്ര സിമെട്രിക് റിലേഷൻസ് നമുക്ക് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പോൾ 2⁵3² + 3/2 ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇത്ര വരും? 2⁵9 + 3/2. അപ്പോൾ 2⁻12/2, 2�6. ഇത്രയും സിമെട്രിക് റിലേഷൻസ് ഇവിടെ ഉണ്ടാവും. ഇത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് എൻട്രൻസിന് ചോദിച്ചാലെങ്ങാനും ആവശ്യം വന്നാലാണ് ഉള്ളത്. ജസ്റ്റ് പറഞ്ഞ് പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിമെട്രിക്കുമായി. ലാസ്റ്റ് വൺ ഈസ് ട്രാൻസിറ്റീവ്. ഇനി ട്രാൻസിറ്റീവ് റിലേഷൻ കൂടി നമുക്ക് നോക്കാം. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വെച്ചാൽ
എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടായാൽ മതി. എ ബിയും ബി സി ഉണ്ടെങ്കിൽ നിർബന്ധമായും എ സി ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. ഈ ഡെഫിനിഷൻ വയലേറ്റ് ചെയ്താൽ മാത്രമേ ട്രാൻസിറ്റീവ് അല്ലാതെ ആവുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് പറയാം. കുറേ എക്സാമ്പിൾ പറഞ്ഞാലുണ്ട്. റിഫ്ലക്സീവ് എല്ലാവരെ കൊണ്ടും കാണിക്കാൻ പറ്റും. സിമെട്രിക്കും ഭയങ്കര ഈസിയാണ് പ്രൂവ് ചെയ്യാൻ. ട്രാൻസിറ്റീവ് ആണ് ഭയങ്കര കൺഫ്യൂസിങ്. അപ്പോൾ ആ ട്രാൻസിറ്റീവ് ഞാൻ പറയുവാണേ. അതായത് ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എ ബിയും ബി സിയും നമ്മൾ എടുക്കണം. എ ബിയും ബി സി എടുത്തിട്ട് എ സി ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എപ്പോഴും ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. ഇങ്ങനെ ഈ ഡബിൾ വരുന്നതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1 1 2 2 3 3 അങ്ങനത്തെ ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1 1 2 2 ഒന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡബിൾ അല്ലാത്ത മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് വിടാം. ആദ്യം നമുക്ക് ഇവനെ ടെസ്റ്റ് ചെയ്യുവാണ്. ഇവനെ 2 3നെ ടെസ്റ്റ് ചെയ്യുവാണ്. ഇവനാണ് എ, ഇവനാണ് ബി. ക്ലിയർ അല്ലേ? ഇവനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിച്ചോ, 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാളുള്ള ഇവൻ അല്ലേ? ഇതാണ് ബി സി, ഇതാണ് ബി സി. എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അപ്പോൾ ആരുണ്ടായിരിക്കണം? എ സി ഉണ്ടായിരിക്കണം. അതായത് 2 2 ഉണ്ടായിരിക്കണം. കണ്ടോ? 2 2 അവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവൻ്റെ ടെസ്റ്റിംഗ് കഴിഞ്ഞു. അവൻ ടെസ്റ്റിൽ പാസ്സായി. ഇവൻ ഓൾറെഡി ടെസ്റ്റിൽ പാസ്സായി. ഇനി ഇവനെയും കൂടി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാണേ. ശ്രദ്ധിച്ചോ, ഇവൻ പാസ്സായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ട്രാൻസിറ്റീവ് ആണെന്നല്ല. ആ റിലേഷനിലുള്ള എല്ലാവരും ഈ ടെസ്റ്റ് പാസ്സാവണം. ഇവനെ എടുക്കുവാണേ. 3 2. ഓക്കെ, എയും ബിയും എടുത്തു. അടുത്ത ബിയും സിയും എടുക്കണമെങ്കിൽ 2ൽ തുടങ്ങുന്ന ആളെടുക്കണം. ഇവനാണ് 2ൽ തുടങ്ങുന്നത്. ഇവനാണ് ബി സി. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. 3 3 ഉണ്ടാവണം. 3 3 ഇവിടെ ഉണ്ടോ? 3 3 ഇവിടെ ഇല്ല. അപ്പം എന്തല്ല, ഇവൻ ടെസ്റ്റിൽ ഫെയിലായി. സോ ഈ റിലേഷൻ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. മനസ്സിലാവുന്നുണ്ടോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ റിലേഷനിലുള്ള എല്ലാവരും എടുക്കണം. നോക്കാം. ഈ റിലേഷൻ നോക്കാം. ഇവർ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് പാസ്സാണ്. അവരെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇവരെ രണ്ടുപേരുമാണ് ടെസ്റ്റ് ചെയ്യാൻ. നമുക്ക് ആദ്യം 2 3നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ 3യിൽ തുടങ്ങുന്ന ആരെങ്കിലും വേണം. 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും വേണം. അങ്ങനെ ഒരാളില്ല. അപ്പോൾ ഇവൻ്റെ ടെസ്റ്റിംഗ് നടക്കൂലെങ്കിൽ അവൻ പാസ്സാണ്. കാരണം ഇവനൊരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ആ ലോ വയലേറ്റ് ചെയ്യില്ല. ലോ എന്താണ്? എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം എന്നുള്ളതാണ് ലോ. പക്ഷേ എ ബി ഉണ്ട്, ബി സി ഇല്ല. അപ്പോൾ ഇവനെ കൊണ്ട് ലോ വയലേറ്റ് ചെയ്യാൻ പറ്റൂല. ലാസ്റ്റ് ഇവൻ എടുക്കാം. 1 2നെ എടുക്കാം. 1 2നെ ചെക്ക് ചെയ്യണമെങ്കിൽ 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുത്തരുണ്ട്, 2 3. അപ്പോൾ 1 2 2 1 2 3 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 1 3 ഉണ്ടായിരിക്കണം. 1 3 ഇവിടെ ഇല്ല. സോ ഇവൻ ടെസ്റ്റ് ഫെയിലായി. അപ്പോൾ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ട്രാൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ഓരോരുത്തരെ എടുത്ത് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഓരോരുത്തരെടുത്ത് ടെസ്റ്റ് ചെയ്യുക. എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം എന്നാണ് റൂള് പറയുന്നത്. ഇവിടെ കുറച്ച് റിലേഷൻസ് ഉണ്ട്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കും.
ഇത് ചെയ്യുന്നതോടുകൂടി ഈ 3 റിലേഷൻസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് റിഫ്ലക്സീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. റിഫ്ലക്സീവ് ആണോ? 1 1 2 2 3 3 എല്ലാവരും ഉണ്ടോ? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അതുകൊണ്ട് റിഫ്ലക്സീവ് ആണ്. കിട്ടിയോ? ഇവൻ റിഫ്ലക്സീവ് ആണോ? 1 1 ഉണ്ട്, 2 2 ഇല്ല, റിഫ്ലക്സീവ് അല്ല. കാരണം എന്താണ്? 2 2 ഇവിടെ ഇല്ല. ക്ലിയർ അല്ലേ? ഇവൻ റിഫ്ലക്സീവ് ആണോ? 1 1 ഉണ്ട്, 2 2 ഇവിടെ ഇല്ല, ഇവനും റിഫ്ലക്സീവ് അല്ല. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, റിഫ്ലക്സീവ് ആണ്. 1 1 ഉണ്ട്, 2 2 ഇല്ല, 3 3 ഇല്ല. 1 1 മാത്രമേ ഉള്ളൂ, 2 2 ഇല്ല, 3 3 ഇല്ല. അപ്പോൾ റിഫ്ലക്സീവ് ഓക്കെ ആണല്ലോ അല്ലേ? റിഫ്ലക്സീവ് ഓക്കെ ആണെന്ന് നിങ്ങൾ ഉറപ്പിച്ചല്ലോ. സിമെട്രിക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവന്മാരെ നമ്മൾ സിമെട്രിക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി നോക്കാം. 1 3 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 3 1 ഉണ്ടായിരിക്കണം. യെസ്. 2 3 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. 1 2 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം. യെസ്, സിമെട്രിക് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇവൻ നോക്കാം, സിമെട്രിക് ആണോ? 1 3 ഉണ്ട്, 3 1 ഉണ്ട്. 2 3 ഉള്ളതുകൊണ്ട് 3 2 ഉണ്ടായിരിക്കണം. ഇല്ല. 1 2 ഉള്ളതുകൊണ്ട് 2 1 ഉണ്ട്. ഇതിൽ ഒരുത്തരുണ്ടെങ്കിൽ തിരിച്ചുണ്ടായിരിക്കണം എന്നാണ് റൂള്. അപ്പോൾ അത് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല, വയലേറ്റ് ചെയ്യുന്നില്ല. വയലേറ്റ് ചെയ്യാനൊരു എക്സാമ്പിൾ കാണിക്കണം. സാർ ഇവനുണ്ട് പക്ഷെ മറ്റവനില്ല എന്ന എക്സാമ്പിൾ കാണിച്ചാൽ മാത്രമേ ഇവൻ സിമെട്രിക് അല്ലാതാവുന്നുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റൂല. ഇനി ഇവിടെ 1 3 ഉണ്ട്, 3 1 ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. ഒരുത്തനുണ്ട് സാർ പക്ഷെ മറ്റവനില്ല എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല. അപ്പോൾ ഇവനെന്താണ്? സിമെട്രിക് ആണ്. അല്ലേ? ലാസ്റ്റ് വൺ ട്രാൻസിറ്റീവ് ആണേ. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ സമയം എടുക്കുവേ. നോക്കാം. ഇവനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നോക്കാം. 1 3 3യിൽ തുടങ്ങുന്ന ആരാ ഉള്ളത്? 1 3യും 3 1 ഉണ്ട്. അപ്പോൾ ആര്? 1 1 ഉണ്ടായിരിക്കണം. 1 3യും 3 1 ഉണ്ട്. അപ്പോൾ 1 1 ഉണ്ടായിരിക്കണം. 1 1 ഉണ്ടായിരിക്കണം. 1 1 ഇവിടെ ഉണ്ട്. അവൻ്റെ ചെക്കിങ് കഴിഞ്ഞില്ല. ഇവനെയും കൂടി വെച്ച് ചെക്ക് ചെയ്യാം. 3 2 1 3യും 3 2 ഉണ്ട്. അപ്പോൾ 1 2 ഉണ്ടായിരിക്കണം. 1 2 ഉണ്ട്. അപ്പോൾ ഇവൻ്റെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞു. ഈ പാസ്റ്റ്. ക്ലിയർ അല്ലേ? ഇവനെ നോക്കാം. 2 3നെ ചെക്ക് ചെയ്യാൻ 3യിൽ തുടങ്ങുന്ന ആരാ ഉള്ളത്? 3 1. 2 3യും 3 1 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം. ഉണ്ടല്ലോ. 2 3നെ ചെക്ക് ചെയ്യാൻ ഇവനും ഉണ്ട്. 2 3യും 3 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ടായിരിക്കണം. ഉണ്ട്. അപ്പോൾ ഇവനും പാസ്സായി. ക്ലിയർ അല്ലേ? അതേപോലെ ഞാൻ നോക്കുവാണേ ഓരോരുത്തരെയും. 1 2നെ ചെക്ക് ചെയ്യാം. 1 2നെ ചെക്ക് ചെയ്യാൻ 2 1 ഉണ്ട്. അപ്പോൾ 1 1 ഉണ്ടായിരിക്കണം. 1 2നെ ചെക്ക് ചെയ്യാൻ 2 3 ഉണ്ട്. 2 3 ഉണ്ട്. 1 2 2 3 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 1 3 ഉണ്ടായിരിക്കണം. 1 3 ഉണ്ട്. പാസ്സായി. 2 1നെ ചെക്ക് ചെയ്യാം. 2 1നെ ചെക്ക് ചെയ്യണമെങ്കിൽ 1ൽ തുടങ്ങുന്ന ആരെങ്കിലും വേണം. 1 2 ഉണ്ട്. 2 2 ഉണ്ടായിരിക്കണം. ഉണ്ട്. 2 1നെ ചെക്ക് ചെയ്യാൻ വേറെ ആരാ ഉള്ളത്? 1 3 ഉണ്ട്. 2 1ഉം 1 3 ഉണ്ടെങ്കിൽ 2 3 ഉണ്ടായിരിക്കണം. 2 3 ഉണ്ട്. പാസ്സായി. ഇനി നോക്കാം. 3 1. 3 1നെ ചെക്ക് ചെയ്യണമെങ്കിൽ 1ൽ തുടങ്ങുന്ന ഒരാൾ വേണം. 1 2. 3 1ഉം 1 2 ഉണ്ടെങ്കിൽ 3 2 ഉണ്ടായിരിക്കണം. ഉണ്ട്. അടുത്ത 3 1നെ ചെക്ക് ചെയ്യാൻ 1 2 ഉണ്ടല്ലോ ഇവിടെ. 1 2 ഓൾറെഡി ചെക്ക് ചെയ്തല്ലേ. 1 3 ഉണ്ട്. 1 3.
3 1 1 3 ഉണ്ടെങ്കിൽ 3 3 ഉണ്ടായിരിക്കണം. ഉണ്ട്. അതുപോലെ ഇവനെയും ചെക്ക് ചെയ്യുക, പാസ്സാവും. അപ്പോൾ ഇവൻ എന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇവിടെ നോക്കാം, ഇവനെ ചെക്ക് ചെയ്യേണ്ട, ഇവ നോക്കാം. 1 3 1 3നെ ചെക്ക് ചെയ്യാൻ ആരാ ഉള്ളത്? 3 1. അപ്പോൾ ആരുണ്ടായിരിക്കണം? 1 1 ഉണ്ടായിരിക്കണം. ഉണ്ട്. ഇവനെ നമുക്കിനി വേറെ ചെക്ക് ചെയ്യാൻ ആളില്ല. പാസ്സായി. ഇവനെ ചെക്ക് ചെയ്യാം. 2 3യും 3 1 ഉണ്ടെങ്കിൽ 2 1 ഉണ്ടായിരിക്കണം. 2 1 ഇവിടെ ഇല്ല, ഇവൻ ഫെയിലായി. ഇതുപോലെയാണ് ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? ഇവിടെ നോക്കിയേ, 1 2 2 1 ഉണ്ട്. 1 2 ഉണ്ട്, 2 1 ഉള്ളതുകൊണ്ട് ആരുണ്ടായിരിക്കണം? 1 1 ഉണ്ടായിരിക്കണം. ഉണ്ട്. അപ്പോൾ ഇവൻ പാസ്സായി. ഇവൻ നോക്കാം, 2 1ഉം 1 2 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 2 1ഉം 1 2 ഉണ്ടെങ്കിൽ 2 2 ഉണ്ടായിരിക്കണം. അതിവിടെ ഇല്ല. ക്ലിയർ അല്ലേ? ഇനി ഇവനെ നോക്കാം, 1 1 3 3 2 2. ഇവനെ ചെക്ക് ചെയ്യേണ്ട. അവർ ഡീഫോൾട്ടായിട്ട് പാസ്സാണ്. ഇനി ചെക്ക് ചെയ്യാൻ ആളില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇത് ട്രാൻസിറ്റീവ് അല്ലാതെ ആവുന്നുള്ളൂ. ഇവിടെയും ഇവനെ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. 1 3നെ ചെക്ക് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഇവൻ പാസ്സായി. 1 2നെ ചെക്ക് ചെയ്യാൻ ഇവിടെ ആരുമില്ല. 1 2നെ ചെക്ക് ചെയ്യണമെങ്കിൽ 2വിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും വേണം. അതിവിടെ ആരുമില്ല. അപ്പോൾ ഇവിടെ ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റൂല. പാസ്റ്റ്. ഇവിടെ ഇവൻ ഓൾറെഡി പാസ്സാണ്, ഡിസ്പ്രൂവ് ചെയ്യാൻ ആരുമില്ല. സോ ഹീസ് പാസ്റ്റ്. അപ്പോൾ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ഇത്രയും പഠിച്ചല്ലോ. അപ്പോൾ ഇത്രയും ഞാൻ ഒന്നുകൂടി ഫുള്ള് പറയാണ്. ഫസ്റ്റ് പഠിച്ചത് എംപ്റ്റി റിലേഷൻ. എംപ്റ്റി റിലേഷൻ എന്താണ്? ആർക്കും ആരോടും ഈ റിലേഷൻ ഇല്ലെങ്കിൽ എംപ്റ്റി റിലേഷൻ. യൂണിവേഴ്സൽ റിലേഷൻ എന്താണ്? എല്ലാവർക്കും എല്ലാവരോടും ഉണ്ടെങ്കിൽ യൂണിവേഴ്സൽ റിലേഷൻ. ഐഡൻറ്റിറ്റി റിലേഷൻ എന്താണ്? ഒരാൾക്ക് അയാളോട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേറെ ആരോടും ഈ പറഞ്ഞ റിലേഷൻ ഒന്നും ഉണ്ടാവരുത്. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി റിലേഷൻ. പിന്നെ നമ്മൾ പഠിച്ചത് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. എന്താണ് റിഫ്ലക്സീവ്? ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അയാളോട് ഈ റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അയാൾക്ക് വേറെ ആരോടും ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നമല്ല, അയാൾക്ക് അയാളോട് ഈ റിലേഷൻ ഉണ്ടെങ്കിൽ റിഫ്ലക്സീവ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവണം, എല്ലാവർക്കും അവരോട് തന്നെ ഈ റിലേഷൻ ഉണ്ടാവണം. സിമെട്രിക് എന്താണ്? എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അത് നമുക്ക് പ്രശ്നമല്ല. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം, ബി എ ഇല്ലെങ്കിൽ സിമെട്രിക് അല്ല. ലാസ്റ്റ് വൺ ഈസ് ട്രാൻസിറ്റീവ്. എന്താണ് ട്രാൻസിറ്റീവ്? എ ബിയും ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണമെന്നേ ഉള്ളൂ. അതിനെ ഡിസ്പ്രൂവ് ചെയ്താൽ മാത്രമേ ട്രാൻസിറ്റീവ് അല്ലാതാവുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ഇവിടെ കണ്ട ഈ 3 ടിക്ക് വന്ന കണ്ട, ഇവിടെ 3ഉം ഓക്കെയാണ്, ഇവിടെ 3ഉം ഓക്കെയാണ്. റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആണ്. അങ്ങനത്തെ റിലേഷൻ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ. ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ എന്താണ് ഈക്വലൻസ് റിലേഷൻ? ഒരു റിലേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക, റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ. ഇത് 3 ഓക്കെ ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് റിലേഷൻ. ഇനി നമുക്ക് ഈക്വലൻസ് ക്ലാസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഈ റിലേഷനിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈക്വലൻസ് ക്ലാസ്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ഈക്വലൻസ് റിലേഷനിൽ മാത്രമേ ഈക്വലൻസ് ക്ലാസ് ഡിഫൈൻ ആയിട്ടുള്ളൂ. ഈക്വലൻസ് റിലേഷനിൽ മാത്രമേ ഈക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇതൊരു ഈക്വലൻസ് റിലേഷനാണ്, നിങ്ങൾ ചെക്ക് ചെയ്തോ. റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. 1 2 2 1 ഉള്ളതുകൊണ്ട് 1 1 ഉണ്ട്, 2 1ഉം 1 2 ഉള്ളതുകൊണ്ട് 2 2 ഉണ്ട്. ഇതൊരു ഈക്വലൻസ് റിലേഷനാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈക്വലൻസ് ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഈക്വലൻസ് ക്ലാസ്? ഈക്വലൻസ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1ൻ്റെ ഈക്വലൻസ് ക്ലാസ് ഇതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനിത് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് ഈക്വലൻസ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സെറ്റ്. ഈ 1ൻ്റെ ഈക്വലൻസ് ക്ലാസ് എന്ന് വെച്ചാൽ 1ഉമായിട്ട് ആർക്കൊക്കെ റിലേഷൻ ഉണ്ടോ
അവരുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് ക്ലാസ്. മനസ്സിലായില്ലേ? ഇവിടെ വണ്ണുമായിട്ട് ആർക്കൊക്കെ റിലേഷൻ ഉള്ളത്? വണ്ണിന് റിലേഷനുണ്ട്, ടൂവിന് റിലേഷനുണ്ട്, ഇല്ല, വണ്ണിനും ടൂവിനും മാത്രമേ റിലേഷനുള്ളൂ. വണ്ണിനും ടൂവിനും മാത്രം. അപ്പോൾ 1,2 ഇവർക്ക് മാത്രമേ ഇവനുമായിട്ട് റിലേഷനുള്ളൂ. ക്ലിയർ അല്ലേ? ടൂവിൻ്റെ ഈക്വലൻസ് ക്ലാസ്സോ? ടൂവുമായിട്ട് ആർക്കൊക്കെ റിലേഷനുണ്ട്? ടൂവിനുണ്ട്, വണ്ണിനുണ്ട്. ഇവിടെയും വണ്ണിനും ടൂവിനും മാത്രമേ ടൂവിനോട് റിലേഷൻ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈക്വലൻസ് ക്ലാസ്? നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരാളുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഈക്വലൻസ് ക്ലാസ്. അത്രേ ഉള്ളൂ. നോക്കിയേ, 3യുടെ ഈക്വലൻസ് ക്ലാസ് പറഞ്ഞേ. 3യോട് ആർക്കേ റിലേഷനുള്ളൂ? 3ക്ക് മാത്രമേ റിലേഷനുള്ളൂ. അപ്പം ഇതാണ് 3യുടെ ഈക്വലൻസ് ക്ലാസ്. ഇത്രയുള്ള ഈക്വലൻസ് ക്ലാസ്. അപ്പോൾ ഈക്വലൻസ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടി കൂടി പറയാൻ പോണേ. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ 2 ഈക്വലൻസ് ക്ലാസ്സാണ് ഉള്ളത്. ഇവന്മാർ സെയിം അല്ലേ? 1, 2 എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് ക്ലാസ് ഉണ്ട്, 3 എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് ക്ലാസ് ഉണ്ട്. A1 എന്ന് A2 എന്ന് ഞാൻ വിളിക്കുക കേട്ടോ. A1 എന്നും A2 എന്നും വിളിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, 2 ഈക്വലൻസ് ക്ലാസ് ഉണ്ട്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. കോമൺ ആയിട്ട് വല്ലവരും ഉണ്ടോ? ഉണ്ടാവില്ല. അതായത് ഈക്വലൻസ് ക്ലാസ്സിൻ്റെ 2 ഈക്വലൻസ് ക്ലാസ്സുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ആ സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എംപ്റ്റി സെറ്റ് ആയിരിക്കും. നോക്കി, ഇവർക്ക് കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല. അതായത് പ്രോപ്പർട്ടി നോട്ട് ചെയ്തോ. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ A1 ഇൻ്റർസെക്ഷൻ A2 എന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ല. ശരിയല്ലേ? രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇവരുടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ യൂണിയൻ എന്ന് വെച്ചാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അതെന്ത് തന്നെയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിലെ A തന്നെയാണ് അല്ലേ? ഇവരുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ ആരും ഉണ്ടാവില്ല. യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ക്വസ്റ്റ്യനിലെ അതേ സെറ്റ് തന്നെ കിട്ടും, ഫുൾ സെറ്റ്. ആ റെഫറൻസ് എടുത്തിട്ടുള്ള ആ സെറ്റ് തന്നെ നമുക്ക് കിട്ടും. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ഈ A1 എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേ റിലേഷൻ ഉണ്ടാവുള്ളൂ. ഇവർക്ക് വേറൊരു ക്ലാസ്സുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല. ഈ 1ന് 2നോടും ഉണ്ടാവും, 2ന് 1നോടും ഉണ്ടാവും. നോക്കിയേ, 1ന് 2നോടും ഉണ്ട്, 2ന് 1നോടും ഉണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉള്ളൂ. 1ന് 1നോടുണ്ടാവും, 1ന് 2നോടുണ്ടാവും, 2ന് 2നോടുണ്ടാവും, 2ന് 1നോടുണ്ടാവും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ ഉള്ളൂ. അവർക്ക് പുറത്തൊരു ക്ലാസ്സുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല. അതൊക്കെ ഈക്വലൻസ് ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതകളാണ്. ഒന്ന് നോട്ട് ചെയ്തോ ഇത്രയും കേട്ടോ. ഒന്നാമത് അവരുടെ ഇൻ്റർസെക്ഷൻ ഒന്നും ഉണ്ടാവില്ല, യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഏതെന്നെ കിട്ടും. പിന്നെ അവർക്ക് വേറൊരു ഗ്രൂപ്പുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല, വേറൊരു ക്ലാസ്സുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാവില്ല. അവരുടെ അകത്ത് തന്നെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻ. ഇനി ഈ പാർട്ടീഷൻ ഓഫ് എ ഇതുകൂടി ഒന്ന് പറയുവാണേ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എന്താണ് പാർട്ടീഷൻ ഓഫ് എന്ന് വെച്ചാൽ, ഈക്വലൻസ് ക്ലാസ്സുകളുടെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ടീഷൻ ഓഫ് എ. അതായത് എങ്ങനെ എഴുതാം? A1 എന്ന് വെച്ചാൽ എന്താണ്? 1,2, 1,2. അടുത്തത് എന്താണ്? 3. A2 എന്താണ്? 3. ഈ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പാർട്ടീഷൻ ഓഫ് എ കേട്ടോ. ഈക്വലൻസ് ക്ലാസ്സുകളുടെ സെറ്റ്, അതിന് വിളിക്കുന്ന പേരാണ് പാർട്ടീഷൻ ഓഫ് എ. അപ്പോൾ ഇതോടുകൂടി റിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കഴിഞ്ഞു. എന്തായാലും ഇതുപോലെ ക്വസ്റ്റ്യൻ തന്നാൽ ആൻസർ പറയും. പക്ഷേ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് നമുക്ക് നോക്കാം. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈ ചാപ്റ്ററല്ല, ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു. എടുക്കുവാണേ. ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾസ് ഡ്രോൺ ഇൻ എ പ്ലെയിൻ. അതായത് ഒരു പ്ലെയിനിൽ കുറേ റെക്ടാങ്കിൾസ് വരച്ചിട്ടുണ്ട്. കുറേ റെക്ടാങ്കിൾസ് കേട്ടോ, പല സൈസിലുള്ള റെക്ടാങ്കിൾസ് വരച്ച ഒരു കുറേ സെറ്റ് കേട്ടോ. നിങ്ങൾ എന്ത് ഇമാജിൻ ചെയ്യുക, ഒരുപാട് റെക്ടാങ്കിൾ. അപ്പോൾ അവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഈക്വൽ ഏരിയ, ഈക്വൽ ഏരിയ, ഈക്വൽ ഏരിയ. ഈ റിലേഷൻ ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് നമുക്ക് നോക്കാം. റിഫ്ലെക്സീവ് ആയിരിക്കുമോ? അതായത് നിങ്ങൾ ഇവിടുന്ന് ഒരു റെക്ടാങ്കിൾ എടുത്താൽ അതിൻ്റെ ഏരിയ അതിനോട് തന്നെ ഈക്വൽ ആയിരിക്കുമോ? ഒരു റെക്ടാങ്കിൾ എടുത്താൽ
ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയ ഇതിനോട് തന്നെ ഈ റെക്ടാങ്കിളിനോട് ഈക്വൽ ആയിരിക്കുമോ? ആയിരിക്കും. അപ്പോൾ അത് റിഫ്ലക്സീവ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഈക്വൽ ടു ഇറ്റ് സെൽഫ് അല്ലേ, ഇതിൻ്റെ തന്നെ ഏരിയ. അപ്പോൾ അല്ലെങ്കിൽ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ R1 is equal to area of R1. A belongs to R എന്നതിനെ ഡെഫിനിഷൻ എഴുതാം, അല്ലെങ്കിൽ R1 belongs to R റിലേഷൻ, അല്ലെങ്കിൽ ആറിനോ ഒരു എന്നോ ഏതെങ്കിലും ആൽഫബറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ റിഫ്ലക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ? രണ്ട് റെക്ടാങ്കിൾ എടുക്കുന്നു. എയുടെ ഏരിയ ബിയോട് ഈക്വൽ ആണെങ്കിൽ ബിയുടെ ഏരിയ എയോട് ഈക്വൽ ആയിരിക്കുമോ? ആയിരിക്കും. അതിൻ്റെ ഷേപ്പിനെ കുറിച്ച് ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഏരിയ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനത്തെ റെക്ടാങ്കിൾ ആണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇത് 10, 2, ഇത് 4, 5, ഇതിൻ്റെ ഏരിയ എത്രയാ? 20, ഇതിൻ്റെ ഏരിയ എത്രയാ? 20. അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇതിനോട് ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ ഇതിനോട് ഈക്വൽ ആണ്. ഈ സൈസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, സൈസിനെ കുറിച്ചോ അതിനെക്കുറിച്ച് എന്താണ് ഒരു ഷേപ്പിനെ കുറിച്ചോ ഒന്നല്ല നമ്മൾ പറയുന്നത്, ഏരിയ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏരിയ ഇതിനോട് ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ ഇതിനോട് ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? സിമ്പിളായിട്ട് ഇപ്പോൾ A1 A2 എന്ന് എടുക്കുക. ഏരിയ 1 ഏരിയ 2, A1 ഏരിയ 2 റിലേഷൻ ആണെങ്കിൽ A2 A1 എന്തായിരിക്കും? റിലേഷനിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് AB യൂസ് ചെയ്യാം. AB ഇൻ റിലേഷൻ ആണെങ്കിൽ BA ഇൻ റിലേഷൻ. ഓക്കെ, സിംപ്ലൈസ്. മനസ്സിലാണല്ലേ? അടുത്തത് ട്രാൻസിറ്റീവ്. 3 റെക്ടാങ്കിൾ എടുക്കുക. 3 റെക്ടാങ്കിൾ എടുക്കുക കേട്ടോ. സപ്പോസ് ഇത് 4, 5, ഇത് 10, 2, ഇതും 4, 5 നോക്കാം. ഇതിൻ്റെ ഏരിയ ഈക്വൽ ആണോ? ആണ്. നോക്കിയേ, 20, 20. ഇതിൻ്റെ ഏരിയ ഈക്വൽ ആണോ? 20, 20. അപ്പോൾ ഇതിൻ്റെ ഏരിയയും ഈക്വൽ ആയിരിക്കും. കാരണം അതും തന്നെ ആയിരിക്കും, 20, 20 തന്നെ ആയിരിക്കും. ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യണമെങ്കിൽ AB യും BC ഉണ്ടായിരിക്കണം. AB യും BC എടുത്തിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത് AC ഉണ്ടോയെന്ന് കേട്ടോ. റിലേഷൻ ഇല്ലാത്തവരെ തമ്മിൽ എടുക്കരുത്. അപ്പോൾ അത് ഈക്വലൻസ് റിലേഷനാണ്. ഇത് നോക്കാം. റിലേഷൻ എന്താണ്? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. നമുക്ക് ആദ്യം ഒരു ലൈൻ എടുക്കാം. ആ ലൈൻ അതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആയിരിക്കുമോ? ഇപ്പോൾ ഒരു ലൈൻ എടുക്കുവാണ് L1. ഇതാണ് നമ്മുടെ L1 എന്ന് പറയുന്ന ലൈൻ. ഇത് ഇതിനോട് തന്നെ പെർപെൻഡിക്കുലർ ആണോ? അല്ല. അപ്പോൾ L1 എന്ന് പറയുന്നത് എന്തല്ല, തമ്മിൽ ഈ റിലേഷൻ ഇല്ല. ഇവർ തമ്മിൽ ഈ റിലേഷൻ ഇല്ല, കാരണം ഇവർ പെർപെൻഡിക്കുലർ അല്ല. therefore not reflexive. ഇനി സിമെട്രിക് നോക്കാം. L1 L2 L2നോട് പെർപെൻഡിക്കുലർ ഉള്ളത് എടുക്കണം, എന്നിട്ട് തിരിച്ച് നോക്കണം ഈ റിലേഷൻ ഉണ്ടോയെന്ന്. L1 L2നോട് പെർപെൻഡിക്കുലർ ആണ്, L1 L2 റിലേഷൻ ഉണ്ട്. അപ്പം എന്തുണ്ട്? തിരിച്ചും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് കൂടി നോക്കാം. 3 പേരെടുക്കാം. L1, ഇതാണ് L1. അതിന് പെർപെൻഡിക്കുലറായിട്ട് L2 വരയ്ക്കുന്നു. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് L3 വരയ്ക്കുന്നു. നോക്കിയേ, L1ഉം L2ഉം പെർപെൻഡിക്കുലർ ആണ്. L2ഉം L3യും പെർപെൻഡിക്കുലർ ആണ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? L1ഉം L3യും പെർപെൻഡിക്കുലർ ആണോ എന്ന്. ഇതും പെർപെൻഡിക്കുലർ ആണോ? അല്ല. അപ്പോൾ L1 L3 നോട്ട് ഇൻ റിലേഷൻ. അപ്പോൾ എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല.
റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല, പക്ഷേ സിമെട്രിക് ആണ്. ഇങ്ങനെയാണ് നമ്മുടെ സെറ്റ് ബിൽഡർ ഫോമിൽ തരുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്തത് ചെക്ക് ഇഫ് ദ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് ആർ എന്ന് വെച്ചാൽ ഇവിടെ സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ്. സെറ്റ് ഓഫ് റിയൽ നമ്പർ എ ലെസ് ദാൻ ബി എന്നതാണ്. അത് ഈക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ഇപ്പോൾ ഒരു നമ്പർ നമ്മൾക്ക് 2 എടുക്കാം. 2 ലെസ് ദാൻ 2 ആയിരിക്കുമോ ഒരു നമ്പർ? ഇതാണ് റിലേഷൻ കേട്ടോ. എ ബി എന്നുള്ള റിലേഷനാണ്. എ ലെസ് ദാൻ ബി എന്നാണ്. ആദ്യം എയും തമ്മിൽ നോക്കണം. 2 ലെസ് ദാൻ 2 ആണോ? അല്ല. അതായത് 2 ഇസ് നോട്ട് ലെസ് ദാൻ 2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എക്ക് എയോട് ഈ റിലേഷൻ ഇല്ല. ഒരു നമ്പർ ഒരിക്കലും അതിനേക്കാളും ലെസ് ആവില്ല. അപ്പോൾ നോട്ട് റിഫ്ലെക്സീവ്. അടുത്ത സിമെട്രിക് പിടിക്കാം. 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ 3 ലെസ് ദാൻ 2 ആണോ? 2ന് 3യോട് ഈ റിലേഷൻ ഉണ്ട്, പക്ഷേ 2ന് 3യോട് ഈ റിലേഷൻ ഉണ്ട്, പക്ഷെ 3ക്ക് 2നോട് ഈ റിലേഷൻ ഇല്ല. റിലേഷൻ ഉള്ളത് എടുക്കണേ. റിലേഷൻ ഉള്ളത് എടുത്തിട്ട് നമ്മൾ നോക്കണം തിരിച്ചു കൊണ്ടുവന്നു. ഏതെങ്കിലും നമ്പർ എടുത്തിട്ട് കാര്യമില്ല. ഉള്ള റിലേഷൻ എടുത്തിട്ട് നോക്കണം തിരിച്ചു കിട്ടുന്നുണ്ടോന്ന്. സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ്. അപ്പോൾ റിലേഷൻ ഉള്ള 2 സെറ്റ് എടുക്കാം. ഇപ്പോൾ 2ഉം 5ഉം റിലേഷൻ ഉണ്ട് അല്ലേ? 5ഉം 10ഉം ഇങ്ങനെ എടുക്കണം. ഈ നമ്പർ സെയിം ആയിരിക്കണം. ട്രാൻസിറ്റീവ് നമ്മൾ പഠിച്ചാണ്. ഇവർ തമ്മിൽ റിലേഷൻ ഉണ്ട്. അപ്പോൾ 2ന് 10നോട് റിലേഷൻ ഉണ്ടായിരിക്കുമോ? 2 ലെസ് ദാൻ 5 ആണ്, 5 ലെസ് ദാൻ 10 ആണ്. അപ്പോൾ 2 ലെസ് ദാൻ 10 ആയിരിക്കുമോ? ആയിരിക്കും. ഇത് ഓൾവേസ് ഏത് ലോകത്തുള്ള ഏത് നമ്പർ എടുത്താലും ഇത് ട്രൂ ആയിരിക്കും. എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ ബി ഇൻ റിലേഷനാണ്. കാരണം എന്താണ്? എ ലെസ് ദാൻ ബി ആണ് അല്ലേ? ബി ലെസ് ദാൻ സി ആണ്. അങ്ങനെയാണെങ്കിൽ എ ലെസ് ദാൻ ബി ലെസ് ദാൻ സി അല്ലേ? അപ്പോൾ എ ഓൾസോ ഓൾവേസ് ലെസ് ദാൻ സി ആയിരിക്കില്ലേ? അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവും ആണ്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വലിയ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിലേഷൻസിൻ്റെ മോർ ക്വസ്റ്റ്യൻസ് ഉള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ.